തുടക്കം പാളിയൂ എന്ന ചോദ്യത്തിന് തുടക്കം അത്ര കണ്ട് പാളിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ കുറിച്ച് നേരത്തെ നമ്മൾ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന ഒരു ധാരണ പിന്നീട് ചർച്ച കഴിഞ്ഞതിന് ശേഷം എനിക്ക് പോയി. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇതിനെ ആർജവത്തോടുകൂടി വന്ന് എതിർക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല. നാളെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുകയാണ്. ആ പാർട്ടിയുടെ യോഗത്തിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം ഉണ്ടാവുകയുള്ളൂ. UDF പോകുമോ എന്നുള്ള ചോദ്യത്തിന് അതിപ്പോഴും പറയാൻ പറ്റില്ല എന്നാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞത്. അതുകൊണ്ട് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ VD സതീശന് ഏതെങ്കിലും തരത്തിൽ പാരവെച്ചു എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അവിടെ പൊളിഞ്ഞു പോകുന്നത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന NDA വൈസ് ചെയർമാൻ്റെ പൊളിറ്റിക്കൽ പൊസിഷനാണ്. എന്തിനാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ NDAയിലേക്ക് പോയത്? NDA എന്തിനാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരനെ കൂടെ കൂട്ടിയത്? പാറശാല, കോവളം ഈ രണ്ടു പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ നാടാർ വോട്ടുകൾ തങ്ങൾക്കൊപ്പം നിർത്തണം. അതിനുവേണ്ടിയാണ് നിലവിൽ അത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. അവിടെയുള്ള നാടാർ വോട്ടുകളാണെങ്കിലും ശരി, VSDPയുടെ വോട്ടുകളാണെങ്കിലും ശരി, ഇതിനെയൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ VSDPയുടെ വോട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത് വലിയ ചോദ്യമായിരുന്നു. പക്ഷേ ഈ മണ്ഡലങ്ങൾക്കും അപ്പുറത്തേക്ക് വലിയ സ്വാധീനമൊന്നും അതിലുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ചില ബൂത്തുകളിൽ ചില വോട്ടുകൾക്കും അപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ എത്രയോ വലിയ സ്വാധീനമുള്ള പാർട്ടിയല്ല. 18,000 വോട്ട് കഷ്ടിച്ചാ പിടിച്ചത്. പുള്ളി മത്സരിച്ച സമയത്ത് അത്രേ പിടിച്ചുള്ളൂ. കോവളത്തും പാറശാലയിലും എന്തെങ്കിലും ചെറിയ വോട്ടുകൾ, ചെറിയ ഒരു 1000-ൽ താഴെയുള്ള വോട്ടുകൾക്കുള്ള മാറ്റം എന്നുള്ളത് മാത്രമാണ്. അതിനും അപ്പുറത്തേക്ക് പക്ഷേ ആ സാധ്യത കൂടി UDF കാണുന്നു എന്നുള്ളതിന് ഞാൻ ചെറുതായിട്ടല്ല കണക്കാക്കുന്നത്. കാരണം എല്ലാ കക്ഷികളെയും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിനോട് BJPക്ക് വലിയ പ്രശ്നമാണോ? 1000 വോട്ട് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. BJPക്ക് പ്രശ്നമാണെന്ന് മാത്രമല്ല, BJPയുടെ ആരാ പോകുന്നത്? NDAയുടെ വൈസ് ചെയർമാനാണ് പോകുന്നത്. ഞാൻ നോക്കുകയായിരുന്നു ദേശീയ മാധ്യമങ്ങളിൽ ഇത് തലക്കെട്ടാക്കിയിരിക്കുന്നത്. മിക്കവാറും എല്ലാ ദേശീയ പത്രങ്ങളും ഇന്ന് പ്രധാനപ്പെട്ട തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് ഞാൻ വായിക്കാം. ദ ഹിന്ദുവിൽ UDF ഇൻ കേരള ഇൻഡെക്സ് PV Anwar, CK Janu and associate members. വലിയ കാര്യമല്ലേ? 3 parties inducted into Congress led UDF alliance in Kerala. Deccan Chronicle. അതേപോലെ Indian Express, rivals in Bengal, partners in Kerala. TMC now Congress-led UDF associate member. The Print, UDF announces 3 new associate. UDF strengthen assembly poll push. The new Indian Express. ഇങ്ങനെ എല്ലാ ദേശീയ മാധ്യമങ്ങളടക്കം ഈ വിഷയം ചർച്ച ചെയ്യുന്നു. പൊതുജന മധ്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ UDFന് അനുകൂലമായിട്ടത് ഗുണം ചെയ്യും. അപ്പം ഇതൊരു നല്ല നീക്കമാണ് എന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി ഞാൻ കണക്കാക്കുന്നത്. വലിയ തരത്തിലുള്ള വോട്ട് സ്വിങ് ചെയ്യിക്കാൻ ഈ 3 കക്ഷികളെയും UDFൽ എടുത്തതുകൊണ്ട് സാധിക്കില്ല. കാരണം PV Anwarന് നിലമ്പൂരിനും അപ്പുറത്തേക്ക്, ഒരു പക്ഷേ ഇടവണ്ണയ്ക്കും അപ്പുറത്തേക്ക് വലിയ സ്വാധീനമൊന്നും, ഏറനാടിനും അപ്പുറത്തേക്ക് വലിയ സ്വാധീനമൊന്നും ആ അർത്ഥത്തിൽ കൊടുക്കാൻ കഴിയില്ല. മാത്രമല്ല ഇനി PV Anwarനെ എടുത്തപ്പോൾ സംഭവിക്കാൻ പോകുന്നൊരു കുഴപ്പം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബംഗാളിലും കൂടി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് കോൺഗ്രസിനൊട്ടും ഗുണകരമാവില്ലെന്ന് മാത്രമല്ല, അവിടെ മമതാ ബാനർജി കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുന്ന എല്ലാ ആയുധവും എവിടെ നിന്ന് മറുപടി പറയേണ്ടി വരുന്നത് ഈ പാവം PV Anwar ആയിരിക്കും. അതുകൊണ്ട് PV Anwar തൃണമൂൽ കോൺഗ്രസിൽ അധികകാലം തുടരുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും തമ്മിൽ നേരിട്ട് ഫൈറ്റ്, ഒരു കാര്യമില്ലാത്തൊരു മുന്നണിയാണ്, ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പേര് PV Anwarന് ബാധ്യതയാകാൻ പോകുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ 5 പേർ അല്ലെങ്കിൽ 10 പേരുടെ ആ അർത്ഥത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ പിന്തുണയില്ലാത്തൊരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അത് PV Anwar എന്ന് പറയുന്ന ഒരു നേതാവിനെ കണ്ടുകൊണ്ട് വന്ന പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ മമതാ ബാനർജി കോൺഗ്രസിനെതിരെ അടിക്കുന്ന എല്ലാ ആണിക്കും ഇവിടെ പിഴുതു കളയേണ്ട ഉത്തരവാദിത്വം PV Anwarന് വരും എന്നുള്ളൊരു പ്രശ്നം കൂടി ഇവിടെയുണ്ട്. പക്ഷേ അതൊരു നല്ല നീക്കമാണ്. PV Anwarനെ മുന്നണിയിലേക്ക് എടുക്കും. തൃണമൂൽ കോൺഗ്രസിനെ വിട്ടേക്കൂ. PV Anwarനെ മുന്നണിയിലേക്ക് എടുക്കുന്നത് ഏറെക്കാലമായി മുന്നണിക്ക് പുറത്ത് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ മുന്നണിയിൽ അസോസിയേറ്റ് മെമ്പറായിട്ട് വരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു ചെറിയ ഒരു ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് ഇപ്പോഴുമുണ്ട്. ഒരു PV Anwar ബേസ് അവിടെയുണ്ട്. അത് ഏതെങ്കിലും തരത്തിലൊരു മുന്നണിയെ വിജയിപ്പിക്കാനോ മറ്റു മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോകാനോ കഴിയില്ല. പക്ഷേ പിണറായിക്കെതിരെ പറയാൻ കോൺഗ്രസിലുള്ള ഒരു വലിയ ശബ്ദമായിട്ട് PV Anwar മാറും. അതുകൊണ്ടാണ് PV Anwar ആ വാക്കിന് ഉപയോഗിക്കുന്നത്. പിണറായിസം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പൊസിഷൻ വ്യക്തമാക്കുന്നത്. പക്ഷേ നേരത്തെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊതുമണ്ഡലത്തിലുണ്ട്. അതൊക്കെ LDF പ്രചരണ വിഷയമാക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. അതൊരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടാക്കിയിരിക്കുന്നു. അതൊരു പ്രതീതി നിർമ്മാണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി CK ജാനുവിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, CK ജാനുവും പോയി ചാടിയിരിക്കുന്ന ഇതിൽ വിശദീകരണം നൽകേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഫെബ്രുവരി 19 നമ്മുടെ മുന്നിലുണ്ട്. 2003 ഫെബ്രുവരി 19-ാം തീയതി. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിലെ 48 ദിവസത്തെ കുടിൽ കെട്ടിയുള്ള സമരം, അന്ന് AK ആന്റണി സർക്കാരിനെതിരെ എന്താണ് ആദിവാസി ഗോത്ര മഹാസഭ വിളിച്ച വിളി, എന്താണ് കോൺഗ്രസ് പാർട്ടിക്കെതിരെ വിളിച്ച വിളി. CK ജാനുവിൻ്റെ ഒരു ഭാഗത്ത് നീരുവന്ന മുഖവുമായിട്ട് CK ജാനു മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് LDF സർക്കാരിൻ്റെ പോലീസിൻ്റെ മർദ്ദനമേറ്റിട്ടല്ല, ഈ കോൺഗ്രസിൻ്റെ സർക്കാർ
സർക്കാരിൻ്റെ അന്ന് മുത്തങ്ങയിൽ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് സമരം ചെയ്ത് പരാജയപ്പെട്ട് ഒടുവിൽ മുത്തങ്ങയിൽ കുടിൽ കെട്ടി അവിടെ സമരമനുഷ്ഠിച്ച ഈ ഗീതാനന്ദനെയും ഈ ജാനുവിനെയുമാണ് അന്ന് AK ആന്റണിയുടെ കോൺഗ്രസിൻ്റെ പോലീസ് തല്ലിച്ചതച്ചത്. ജോഗിയുടെ രക്തസാക്ഷിത്വത്തിന് മറുപടി പറയേണ്ടി വരും. ആ പാർട്ടിയിലേക്ക് തിരിച്ചു വരികയാണ് CK ജാനു. ഏത് തരത്തിലാണ് മുത്തങ്ങ എന്ന വിഷയത്തെ രാഷ്ട്രീയമായി CK ജാനുവിന് UDF-ലെത്തി റദ്ദാക്കാൻ കഴിയുക? CK ജാനു നടത്തിയ പോരാട്ടങ്ങൾ NDA-യിലേക്ക് വന്നത് മറ്റൊരു വലിയ രാഷ്ട്രീയ അബദ്ധമാണ് എന്നുള്ളത് ഗീതാനന്ദൻ തന്നെ എന്ന് പറഞ്ഞിരുന്നതാണ്. ആദിവാസി ഗോത്ര മഹാസഭയിലെ ആളുകൾ പറഞ്ഞിരുന്നതാണ്. അത് പാളിപ്പോയി. ഇപ്പോൾ രണ്ടാമത്തെ ഒരു പരീക്ഷണമാണ് UDF-ലേക്ക് വരുന്നത്. പക്ഷേ അവിടെ വരുമ്പോൾ മുത്തങ്ങ ആളുകൾ ഓർമ്മിപ്പിക്കും എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ഭൂരഹിതരായ ആദിവാസി ഗോത്ര മഹാവിഭാഗങ്ങളോട് ഈ UDF സർക്കാർ എന്ത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചത് എന്നത് പൊതുചർച്ചയിൽ വരികയും ചെയ്യും. അതാണ് അതിൽ സംഭവിക്കാൻ പോകുന്നൊരു പ്രശ്നം. പക്ഷേ അവിടെയും ഞാൻ പറയുന്നു, അവിടെയും UDF-ന്റെ നീക്കം എന്നുള്ളത് സ്ട്രാറ്റജിക്കലി മികച്ച തന്ത്രമാണ്. കാരണം കേരള കോൺഗ്രസ് മാണി അടർത്തിയെടുക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷെ നടക്കൂല എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ ചർച്ചകൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു മോഹവും ഇപ്പോൾ UDF-നില്ല. പക്ഷേ അതിനോടൊപ്പം കൂടെ കൂട്ടാവുന്ന ആളുകളെ ഒപ്പം കൂട്ടി പോവുക എന്നത് മാത്രമാണ് UDF-ന് മുന്നിൽ അവശേഷിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോവളം പാറശാല മാത്രമല്ല, അവർ ലക്ഷ്യമിടുന്ന മറ്റു ചില ഇപ്പോൾ ലത്തീൻ സഭയുടെ സ്വാധീനമുള്ള മേഖലകളുണ്ട്. കഴിഞ്ഞ തവണ എനിക്കൊന്ന് വിജയൻ തോമസ് ആയിരുന്നു ലത്തീൻ സഭയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കാൻ വരുന്നു. അവിടെ പക്ഷേ കാര്യമായിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് നാടാർ വിഭാഗത്തിൻ്റെ വോട്ട് വേണം, നായർ വിഭാഗത്തിൻ്റെ വോട്ട് വേണം, ചിലയിടങ്ങളിൽ നാടാർ ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട് വേണം, ചിലയിടങ്ങളിൽ നായർ വിഭാഗത്തിൻ്റെ വോട്ട് വേണം. ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്ന കാസ്റ്റ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് NDA അവിടെ VSDP കൊണ്ട് നിർത്തിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാൻ അന്നും ഇന്നും എപ്പോഴും ഒരു സംഘപരിവാറുകാരനാണ്, ഞാനൊരു സ്വയം സേവകനാണ് എന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഇപ്പോഴും സ്വയം സേവകനാണോ? ഒരിക്കൽ സ്വയം സേവകൻ, എല്ലാ കാലത്തും സ്വയം സേവകൻ എന്നാണ് അദ്ദേഹം മറുപടി പറയുന്നത്. അപ്പോൾ ഒരു സ്വയം സേവകനായ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ എങ്ങനെയാണ് കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കാൻ അഥവാ UDF പാളയത്തിൽ എത്തിക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് വരും ദിവസങ്ങളിൽ ആ ചർച്ചകൾ ഉണ്ടാവും. പക്ഷേ ആരെയും ഒപ്പം കൂട്ടുക എന്നുള്ളത് തിരഞ്ഞെടുപ്പിലെ നിർണായകമായ ഘടകമാണ്. തിരഞ്ഞെടുപ്പിൽ ആത്യന്തികമായ ശത്രുക്കളില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മുന്നണി വിപുലീകരണത്തിൻ്റെ കാര്യത്തിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ മുൻനിർത്തിക്കൊണ്ട് തുടക്കം പാളിയോ എന്ന് ചോദിച്ചാൽ തുടക്കം പാളിയിട്ടില്ല. അത് നിലവിൽ തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDF-ന് സാധിക്കാവുന്ന ഒരു മുന്നണിക്ക് സാധിക്കാവുന്ന നല്ലൊരു നീക്കം അവർ നടത്തിയിട്ടുണ്ട്. ഇത് കാര്യമായി ഏതെങ്കിലും തരത്തിൽ വോട്ട് ബാങ്കായിട്ട് ഷിഫ്റ്റ് ചെയ്യൂല, ഏതെങ്കിലും തരത്തിൽ MLA-മാരെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അത് ഒരു ഫീൽ ഗുഡ് ഫാക്ടർ കൊടുക്കാൻ പറ്റും, ഒരു പ്രതീതി ഫാക്ടർ അവിടെ കൊടുക്കാൻ പറ്റും എന്നതിനും അപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റവും അതുണ്ടാക്കില്ല. പക്ഷേ PV Anwar-ന്റെ കാര്യത്തിൽ ഒരു ശബ്ദമായി PV Anwar അവിടെ ഉണ്ടാവും. ഒരു ഓളം ഉണ്ടാക്കാൻ PV Anwar-ന് സാധിക്കും എന്നുള്ളതാണ്. അത് പിണറായി സത്തിന്റെ പേരിലായിരിക്കും. ഇനി വരും ദിവസങ്ങളിൽ നമ്മളതൊക്കെ കാണാൻ പോവുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഇതിൽ BJP-ക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ എന്ന് ചോദിച്ചാൽ BJP ഇതിനകം തന്നെ ഇടപെടലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറയാതെ പോയൊരു കണക്കുണ്ട്. അവണിശ്ശേരി പഞ്ചായത്ത് സുരേഷ് ഗോപി ദത്തെടുത്ത പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ ഒറ്റക്കക്ഷി BJP അല്ല. BJP-യിലെ സുരേഷ് ഗോപി ദത്തെടുത്ത പഞ്ചായത്തിൽ പോലും BJP-ക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അവിടെ NDA-യുടെ വൈസ് ചെയർമാൻ UDF-ലേക്ക് പോകുന്നു എന്നൊരു ചർച്ചയ്ക്ക് ഒന്ന് നരേഷന് തുടക്കം അവിടെ കുറിക്കാൻ സാധിച്ചത്. ഇപ്പോഴും വന്ന് അദ്ദേഹം പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ വന്നു, പക്ഷേ ഇപ്പോഴും അതൃപ്തിയുണ്ട് എന്നുള്ളത് NDA-യിലെ ഒരു ഘടകകക്ഷി പറയുന്നു. അപ്പോൾ നോക്കൂ, UDF-നെ സംബന്ധിച്ച് അത് ഏറെക്കുറെ ഘടനാപരമായി കുറച്ചുകൂടി ശക്തി പ്രാപിക്കുന്നു. LDF ഘടനാപരമായി ശക്തി പ്രാപിച്ചു തന്നെ നിൽക്കുന്നു. അവിടെ ഒരു അസ്വാരസ്യവും ഇല്ല. NDA-യിൽ മാത്രമാണ് അസ്വാരസ്യമുള്ളത്. അത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നിന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തുടക്കം പാളിയു എന്ന ചോദ്യത്തിന് UDF-ന്റെ തുടക്കം ഈ ഘട്ടത്തിൽ പാളിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. Meet the editors.